ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വത്സിംഗം യാത്രയുടെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് മാതാവ് പിറ്റേ ദിവസം എന്താണ് അത്ഭുതം പ്രവർത്തിച്ച് എന്നുള്ളതാണ്. എന്തായിരുന്നു അത്ഭുതം? അന്ന് രാത്രി ഗ്രാമവാസികളെല്ലാവരും ഉറങ്ങാൻ പോയി. അന്ന് വളരെ ശക്തമായ മഞ്ഞ് ആ വത്സിംഗാമിൽ പെയ്തിറങ്ങി. കാരണം പുൽമേടുകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ് വത്സിംഗം. പക്ഷെ ഇത് കുറവാണ്, വളരെ തിക്കായിട്ടാണ് അന്ന് മഞ്ഞ് വീണത്. മഞ്ഞ് വീണ് ഗ്രാമവാസികൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ രണ്ട് സ്ഥലത്ത് മാത്രം പുല്ല് ഡ്രൈ ആയിട്ടിരിക്കുന്നു. കാരണം ഒരുപാട് പുൽമേടുകളുള്ള സ്ഥലമാണ് വത്സിംഗം. അപ്പോൾ രണ്ട് സ്ഥലം ഡ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഗ്രാമവാസികൾ തീരുമാനിച്ചു, അതിൽ കുറച്ച് നല്ല ഭാഗം നോക്കി അവർ ആലയം പണിയാൻ തീരുമാനിച്ചു. ഇന്ന് നല്ലോണം മഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റിക്കഴിയുമ്പോൾ എങ്ങനെയുണ്ടാവും? ഈ ബോക്സ് മാറ്റിക്കഴിയുമ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടോ? ഇതുപോലെ ആലയം പണിയാൻ വേണ്ടി മാതാവ് മഞ്ഞ് വീണു സ്ഥലത്ത് നിന്ന് കുറച്ച് സ്ഥലം മാത്രം ഡ്രൈ ആയിട്ടിരിക്കുന്നു, ഉണങ്ങി ഇരിക്കുന്നു. അവരപ്പോൾ ആലയം പണിയാൻ തീരുമാനിച്ചു. വത്സിംഗാമിൽ നിർമ്മിതമായ ആ പുണ്യ ദേവാലയത്തിന്റെ ചുമതല റിച്ചൽ ഡീസ പ്രഭുയുടെ കാലശേഷം മകൻ ജഫ്രി ഏറ്റെടുക്കുകയും പിന്നീട് അത് 1130 കാലഘട്ടത്തിൽ അഗസ്റ്റീനൻ കാനൻസ് എന്ന സമൂഹത്തിന് നൽകുകയും ചെയ്തു. അവരുടെ കീഴിൽ ഈ ദേവാലയം മധ്യകാല യൂറോപ്പിലെ ഒരു പ്രധാന ആരാധന കേന്ദ്രമായി മാറി. 1226 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ച ഹെൻറി മൂന്നാമൻ മുതൽ 1511 കിരീടാവകാശിയായ ഹെൻറി എട്ടാമൻ വരെയുള്ളവർ വത്സിംഗാമിലേക്ക് മുടങ്ങാതെ തീർത്ഥാടനം നടത്തിയിരുന്നു. ലോക ചരിത്രം തന്നെ മാറ്റിമറിച്ച മത നവീകരണ മാറ്റങ്ങൾക്ക് ഇംഗ്ലണ്ട് സാക്ഷ്യം വഹിച്ചു. അക്കാലത്ത് ഈ പുണ്യഗ്രഹവും സ്വത്ത് വകകളും രാജാവിന്റെ കീഴിലാവുകയും വത്സിംഗം അമ്മയുടെ പാവനമായ സ്വരൂപം ലണ്ടനിലേക്ക് കൊണ്ടുപോയി അഗ്നിക്കിരയാക്കപ്പെടുകയും ചെയ്തു. അമ്മയുടെ ഗ്രഹം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അതോടെ യൂറോപ്പിന്റെ ഭൂഖണ്ഡത്തിൽ ഈ പുണ്യസ്ഥലത്തിനുണ്ടായിരുന്ന പ്രാധാന്യം അപ്പാടെ ഇല്ലാതായി. എന്നാൽ വത്സിംഗാമിന് മേലുണ്ടായിരുന്ന സ്നേഹവും കരുണയും ദൈവം ഉപേക്ഷിച്ചില്ല. 18ാം നൂറ്റാണ്ടോടെ മത നവീകരണ മുന്നേറ്റം വിശാലമായ മനസ്ഥിതിയോടെ പുനർനവീകരിക്കപ്പെട്ടു. അങ്ങനെ 1896 ഷാർലറ്റ് പിയേഴ്സൺ ബോയ്സ്റ്റ് എന്ന വനിത വത്സിംഗം മാതാവിന്റെ ദേവാലയം നിലനിന്നിരുന്ന ഗ്രാമത്തിന് പുറത്തുള്ള സ്ലിപ്പർ ചാപ്പൽ വിലക്ക് വാങ്ങുകയും അതിനെ നവീകരിച്ച ശേഷം പരിശുദ്ധ കത്തോലിക്ക സഭക്കായി വിട്ടുകൊടുത്തു. തുടർന്ന് കിങ്സ് ലീഡിലെ മംഗളവാർത്ത സ്മാരക ദേവാലയത്തിൽ അമ്മയുടെ നശിപ്പിക്കപ്പെട്ട തിരുസ്വരൂപത്തിന്റെ മാതൃകയിൽ ഒരു രൂപം നിർമ്മിക്കുകയും വത്സിംഗാമിലേക്കുള്ള ആദ്യ തീർത്ഥാടനം അവിടെ നിന്നും 1897 ഓഗസ്റ്റ് 20 ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്ഥലം കാത്തലിക് ചർച്ചിന്റെ കീഴിലാണ്. ഈ സ്ലിപ്പർ ചാപ്പലിന് തൊട്ട് അടുത്താണ് പുതുതായിട്ട് പണിയിപ്പിച്ച മനോഹരമായ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സ്ലിപ്പർ ചാപ്പൽ? മധ്യകാല യുഗത്തിൽ വത്സിംഗം യൂറോപ്പിന്റെ നാനാ ഭാഗത്തു നിന്നുള്ള തീർത്ഥാടകർ എത്തിച്ചേരുന്ന ക്രിസ്തീയ
സമൂഹത്തിന്റെ 4 പ്രധാന ദേവാലയങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ മലയാറ്റൂരിലേക്കും പരുമലയിലേക്കും ഒക്കെയുള്ള തീർത്ഥാടന വഴികളിൽ ഭക്തർക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്ന വഴിയോര കേന്ദ്രങ്ങൾ പോലെ അക്കാലത്ത് വത്സിങ്ങാമിലേക്കുള്ള വഴിമധ്യേ ധാരാളം വഴിയോര ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തേതും സ്ലിപ്പർ ചാപ്പലായിരുന്നു. തീർത്ഥാടകർ വത്സിങ്ങാമിലെ വിശുദ്ധ ദേവാലയത്തിലേക്കുള്ള അവസാന മൈൽ നഗ്നപാതരായി താണ്ടുന്നതിന് വേണ്ടി ഇവിടെ വരികയും ദിവ്യബലിക്കും കുമ്പസാരത്തിനുമായി യാത്ര ഇവിടെ അവസാനിപ്പിക്കും. അങ്ങനെ സ്ലിപ്പർ, ചെരുപ്പ് അഴിച്ചു വെച്ച് യാത്ര ആരംഭിക്കുന്ന ഇടമായതുകൊണ്ടാണ് ഇതിന് സ്ലിപ്പർ ചാപ്പൽ എന്ന പേര് കിട്ടിയത്. ജീവിതത്തിൽ മനസ്സ് തകർന്നാലും അമ്മയുണ്ട് കൂടെ എന്ന സത്യം മനസ്സിലാക്കി ധാരാളം ഭക്തജനങ്ങളാണ് എല്ലാ വർഷവും ഈ വത്സിങ്ങാമിൽ വരുന്നത്. ഒരുപാട് മലയാളികൾ എനിക്കിവിടെ വന്നപ്പോൾ കാണുവാൻ സാധിച്ചു. ഈ കാണുന്ന ചർച്ചാണ് സ്ലിപ്പർ ചാപ്പൽ.
വത്സിങ്ങാമിന്റെ ചുറ്റിലുമുള്ള 2 ഭാഗങ്ങളും കടലാണ്. ദേവാലയം പണിതതിനു ശേഷമുള്ള ആദ്യ നാളുകൾ മുതൽ തന്നെ കാറ്റിലും കോളിലും പെട്ട് ദിശ തെറ്റി കര എവിടെന്നറിയാതെ ഉഴലുന്ന കടൽ സഞ്ചാരികളെ അത്ഭുതമായി കാറ്റ് വീശി അടുപ്പിച്ചിരുന്ന ഒരു പ്രദേശമായി ഈ ഗ്രാമം അറിയപ്പെടാൻ തുടങ്ങി. ക്രമേണ കടൽ യാത്രക്കാരുടെ ഇടയിൽ വത്സിങ്ങാമിലെ മാതാവ് തങ്ങളുടെ രക്ഷയുടെ കേന്ദ്രമായി അറിയപ്പെടാൻ തുടങ്ങി. എനിക്ക് വത്സിങ്ങാമിൽ വരുമ്പോൾ വേളാങ്കണ്ണിക്ക് പോകുന്ന അതേ ഫീലാണ് എനിക്കിവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. വേളാങ്കണ്ണി മാതാവിനോടുള്ള അതിയായ സ്നേഹം കാരണം ഞാൻ തന്നെ നിർമ്മിച്ചിട്ടുള്ള പ്രകാശധാര എന്ന ആൽബത്തിലെ മിൻമിനി ആലപിച്ച ഈ ഗാനം ഞാൻ ഓർത്തു പോവുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ സമർപ്പിക്കുന്നു. വത്സിങ്ങാമിന്റെ യാത്ര അവസാനിക്കുന്നില്ല.